അൻസിയാക്ക് തക്കാളി പനി കിട്ടിയിട്ടുണ്ട്. ഞാനിത് കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് ഇത് കാണുന്നത്. ആദ്യമായിട്ട് അമ്മയും അച്ഛൻ ആകുന്ന ആൾക്കാർക്ക് ഇത് പുതിയതായിട്ടുണ്ടാവും. 2 ദിവസം മുന്നേ ചെറിയൊരു പനി, രാത്രി കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം കൊതു കടിച്ച പോലെ കുരുക്കളുണ്ടായിരുന്നു. ഉമ്മ ചൊറിയുന്നു പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് കൊതു കടിച്ച തലേന്ന് വിട്ടു. പിന്നെ കുളിപ്പിക്കുമ്പോൾ നോക്കുമ്പോൾ മേല് മൊത്തം ചെറിയ ചെറിയ കുരുക്കൾ. അപ്പോൾ ഞാൻ ഇക്കാനെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ചെറിയ കൊതുകടിൻ്റെ അലർജി ആണെന്ന് പറഞ്ഞിട്ട് പനിയുടെ മരുന്നൊക്കെ കൊടുത്തു വിട്ടു. ഇന്നലെ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. ഉമ്മ ചൊറിയുന്നു പറഞ്ഞിട്ട് ആകെ കുട്ടിക്ക് ഉറക്കം കിട്ടാണ്ട് ഭയങ്കര ഇരിച്ചൽ. പിന്നെ ടോർച്ച് കൊണ്ട് നോക്കിയപ്പോഴാണ് മേല് മൊത്തം വെള്ളം നിറഞ്ഞ കട്ടികൾ. പിന്നെ അന്ന് തന്നെ രാത്രി ഇക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ണിനെ കൊണ്ടുപോയി. അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഉണ്ണിക്ക് തക്കാളി പനി ഉണ്ടെന്ന്. കാലത്ത് കാണിച്ച ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പനിയുടെ മരുന്ന് മാത്രമേ എഴുതി തന്നിട്ടുള്ളൂ. അത് മാത്രം കൊടുത്ത് ഉണ്ണിനെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടിയനെ. ചെറിയ പനിയോ നീളൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഞങ്ങൾ ഡോക്ടർക്ക് പോകാറില്ല. വീട്ടിലുള്ള തുളസി, പനിക്കൂർക്ക, ആടിലോട, വെറ്റില, തിരുപ്പേലി, ചുക്ക് അങ്ങനത്തെ ചെറിയ വക ഏതെങ്കിലും മരുന്നുകൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കും. ഇങ്ങനത്തെ ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലൊരു പേടി. അപ്പം തന്നെ ഡോക്ടറെ കാണിച്ച് മരുന്ന് എഴുതി മേടിച്ചു. 2 നേരം 2.5 ml വെച്ച് ഈ മരുന്ന് കൊടുക്കാനും പിന്നെ തുമ്പയുടെ വേരോട് പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് മേല് കുളിപ്പിക്കാനും 5 വയസ്സുള്ളിലുള്ള കുട്ടികളടുത്ത് വിടാണ്ടിരിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാറി കിട്ടാൻ 10 ദിവസം പിടിക്കും.